കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു മാസം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു, നിസ്കരിച്ചു, സദഖ കൊടുത്തു, ഇതെല്ലാം റബ്ബിലേക്ക് അടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ അല്ലാഹു തആല നമുക്ക് തന്ന വലിയ സൗഭാഗ്യമാണ് ഇന്ന് നമ്മുടെ മനസ്സുകളിൽ നിന്ന്, നമ്മുടെ കണ്ഠങ്ങളിൽ നിന്ന് നിർഗമിക്കുന്ന ഈ തക്ബീറിന്റെ ധ്വനികൾ. അതുപോലെ ദുഃഖമെന്ന് പറഞ്ഞാൽ റമദാൻ മാസം എന്തൊരു ആനന്ദമായിരുന്നു. റമദാനിന്റെ രാത്രിയിലെ ഉറക്കളിച്ചിട്ടുള്ള ആ ഒരു ഇബാദത്തും ദീർഘനേരം അല്ലാഹുമായുള്ള സംഭാഷണ, മുനാജാത്ത്, തറാവീഹ് നിസ്കാരങ്ങളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സദഖകളും, ഇങ്ങനെ വല്ലാത്ത അനുഭൂതിയായിരുന്നു റമദാൻ. അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആകാശലോകത്തിലും ഭൂമി ലോകത്തുള്ള സർവ്വ ജീവികളും കരയുന്ന നിമിഷം കൂടിയാണ് ഈ ഇന്നത്തെ നിമിഷം. അതോടൊപ്പം സന്തോഷിക്കുമ്പോൾ, ഈ പെരുന്നാളിന്റെ സുന്ദര നിമിഷങ്ങളിൽ നാം സന്തോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഓർമ്മ വരുന്നത് ആകാശത്ത് താഴെ ഭൂമിക്ക് മുകളിൽ ഒരു സമൂഹം ഇന്നും ജീവിക്കുന്നുണ്ട്. അവർക്ക് വസ്ത്രങ്ങളില്ല, അവർക്ക് വീടുകളില്ല, നിസ്കരിക്കാൻ അമ്പലച്ചുള്ളികളായ പള്ളികളില്ല. അവർക്കും ഇന്ന് പെരുന്നാളത്രേ, പക്ഷേ കഴിക്കാനുള്ള സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അവർക്കില്ല. അവർക്കും തന്റെ മക്കള് നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ആ മക്കൾക്ക് ചുമരം കൊടുത്ത് പള്ളിയിലേക്ക് വരാൻ, കൂട്ടിക്കൊണ്ടുവരാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ മക്കള് ഇന്നില്ല. ഇങ്ങനെ ഭൂമിക്ക് മുകളിൽ ഒരു സമൂഹം ഫലസ്തീനിലെ ഗാസയിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യ മനസ്സുകളുടെ കൈകളില്ലാത്ത, കാലുകളില്ലാത്ത, സ്ഥലം വിച്ഛേദിച്ചു പോയ ആ പിഞ്ചു മക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ച് വിരതിക്കുന്ന ഉമ്മമാരുടെ ധീരരോധനങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് ഒരു മുഅ്മിനീങ്ങൾക്ക് അതിൽ കവിഞ്ഞ് സന്തോഷിക്കാൻ കഴിയുക? നാം എത്ര സുഭിക്ഷമായ, സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് ഇന്ന് വീടുകളിൽ ഉണ്ടാക്കിയത്. നാം എത്ര മനോഹരമായാണ് ഇന്ന് ആഘോഷിക്കുന്നത്. നമ്മുടെ മക്കൾ എത്ര സന്തോഷത്തിലാണ് ഇന്ന് അവരുടെ പള്ളികളിലും വീടുകളിലും ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും അതിന് കഴിയരുത്. നമ്മുടെ സഹോദരങ്ങളായ, നമ്മുടെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ, ഗാസയിലെ ഇന്നും വിലപിച്ചുകൊണ്ടിരിക്കുന്ന, പട്ടിണി കിടക്കുന്ന, വീടില്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ആ മക്കളെ, ആ സ്ത്രീകളെ, ആ സഹോദരങ്ങളെ ഒരിക്കലും മറന്നുകൊണ്ടുള്ള ആഘോഷം നമ്മുടെ ആഘോഷമാകരുത്. നമ്മുടെ മനസ്സുകളിൽ നിർഗളിക്കുന്ന ദുആകൾ അവർക്ക് എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു തആല ആ ഫലസ്തീനിന്റെ ജനതകൾക്ക് അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ, അവരുടെ സമാധാനം നൽകുമാറാകട്ടെ. അവിടെ അല്ലാഹു തആല സന്തോഷത്തിന്റെ അന്തരീക്ഷം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അവരെ നാം പരിഗണിച്ചിട്ടില്ലെങ്കിൽ മുത്തായ തങ്ങൾ പറഞ്ഞു, ലാ യഹ്തമു മിൻ ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. ആ മുസ്ലിമീങ്ങളുടെ കാര്യം നാം പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഖുതുബയിൽ ബഹുമാനപ്പെട്ട ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ ഖുതുബയിൽ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ എല്ലാ മലക്കുകളും ഇദാ കാന യൗമുൽ ഫിത്രി, പെരുന്നാൾ ദിവസമായാൽ ഖാമത്തിൽ മലായികതു അലാ അഫ്വാഇ സികക്, എല്ലാ വഴിയോരങ്ങളിലും മലക്കുകൾ ലൈനായി സഫായി ഇവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ബിഅംരില്ലാഹി തആല അല്ലാഹുവിന്റെ പ്രത്യേക ഓർഡറാണ്